തന്നോട് തന്നെ സമാധാനത്തിലാകാത്ത ഒരു വ്യക്തിക്കും ശാന്തിയും സന്തോഷവും നിറഞ്ഞ ഒരാത്മീയ ജീവിതം നയിക്കാൻ പറ്റില്ല. തന്നോട് തന്നെ സമാധാനത്തിലാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സമാധാനം നാം സ്വീകരിക്കണം. ആ സമാധാനത്തിൽ ജീവിക്കണം. ഇതാ അതിനുള്ള സമയമാണ് നാഥനോടൊപ്പം. ക്രിസ്തു സമാധാനത്തിൽ ജീവിക്കുമ്പോൾ പ്രപഞ്ചവും പ്രകൃതിയും സഹോദരങ്ങളുമായി ഒരു സമാധാനത്തിൽ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. അങ്ങനെയുള്ള ഒരു സമാധാനത്തിൻ്റെ കഥയാണ് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ധ്യാനിക്കുന്നത്. കാനായിലെ വിവാഹ വിരുന്ന്. യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. പരിശുദ്ധ അമ്മ ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നാം വായിക്കുക. യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. പരിശുദ്ധ അമ്മ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു രക്തബന്ധമുള്ള, പരിശുദ്ധ അമ്മയ്ക്ക് അത്രമാത്രം ബന്ധമുള്ള ഒരു വീടായിരുന്നു എന്ന് ചുരുക്കം. പരിശുദ്ധ അമ്മ അവരുടെ കൂടെയായിരുന്നു. അമ്മ കൂടെയാകുമ്പോൾ പുത്രൻ്റെ സാന്നിധ്യം അതിന് ശക്തിയേറുകയാണ്. അവിടെ അത്ഭുതം നടക്കുകയാണ്. കൂടെയാകുമ്പോഴാണ് അത്ഭുതമുണ്ടാവുക. ആ അത്ഭുതത്തിന് ശേഷമാണ് ശിഷ്യന്മാരുടെ വിശ്വാസം ആഴപ്പെടുക. ആ അത്ഭുതത്തിന് ശേഷം അവർ അവനിൽ വിശ്വസിച്ചു എന്നാണ് പറയുക. കൂടെയാകുമ്പോഴാണ് അത്ഭുതമുണ്ടാവുക. കൂടെയാകാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരു ഭർത്താവ് എന്ന നിലയിൽ ഭാര്യയുടെ, മക്കളുടെ കൂടെയാവുക, അവരുടെ ആത്മീയ ശാരീരിക വളർച്ചയിൽ കൂടെ നിൽക്കുക. കഴിയാതെ പോകുമ്പോഴല്ലേ കുടുംബ പ്രശ്നങ്ങൾ, പരാജയങ്ങൾ എല്ലാം. അവിടെയല്ലേ അത്ഭുതങ്ങൾ സംഭവിക്കാതെ പോകുന്നത്. അവിടെയല്ലേ സൗഖ്യങ്ങൾ അന്യമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഗാനം ആലപിക്കുമ്പോൾ, കേൾക്കുമ്പോൾ ഉണർവിൻ്റെ ഒരാത്മീയത സ്വന്തമാക്കാം. കൂടെയായിരിക്കലിൻ്റെ ഒരു ആത്മീയത സ്വന്തമാക്കാം. സ്നേഹത്തിൻ്റെ വീഞ്ഞ് വറ്റാതെ എന്നും നമുക്ക് കാത്തു സൂക്ഷിക്കാം. ആത്മീയതയുടെ ചൈതന്യം ആരാലും മായ്ക്കപ്പെടാൻ കഴിയില്ല. ഒരു ചെറിയ വിളക്കായി എന്നും ഈ ലോകത്ത് അതുണ്ടാവും. പ്രാർത്ഥനയോടെ പാടാം. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന്, വിസ്മൃതിയിൽ തുടരും ലോകമിന്ന്. മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. കാലികൾ നീയും പുൽത്തൊഴുത്തിൽ മർത്ത
മർത്യനായി ജന്മമേകീശൻ. കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ. മെഴുതിരി നാളം പോലെ എന്നും വെളിച്ചമേകി ജഗത്തിനെന്നും. മെഴുതിരി നാളം പോലെ എന്നും വെളിച്ചമേകി ജഗത്തിനെന്നും. ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ, ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ, യേശു എൻ ജീവനിൽ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. ഊമയെ സൗഖ്യമാക്കിയിടയൻ, അന്ധന് കാഴ്ചയേകി നാഥൻ. ഊമയെ സൗഖ്യമാക്കിയിടയൻ, അന്ധനു കാഴ്ചയേകി നാഥൻ. പാരിതിൽ സ്നേഹസൂനം വിതറി, കാൽവരിയിൽ നാഥൻ പാദമിടറി. പാരിതിൽ സ്നേഹസൂനം വിതറി, കാൽവരിയിൽ നാഥൻ പാദമിടറി. ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ, ആഹാ ഞാൻ എത്ര ഭാഗ്യവാൻ, യേശു എൻ ജീവനിൽ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന്, വിസ്മൃതിയിൽ തുടരും ലോകമിന്ന്. മഹിമ കാട്ടി യേശുനാഥൻ, മഹിമ കാട്ടി യേശുനാഥൻ, മഹിമ കാട്ടി യേശുനാഥൻ. ജീവനെ ഉപദ്രവിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ധാർമ്മികത, നന്മ, സത്യസന്ധത തുടങ്ങിയവയെ പരിഹസിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുക. എന്തുമാത്രം ബുദ്ധിമുട്ട്, ദുഃഖം ഓരോരുത്തർക്കും ഉണ്ടാക്കുന്നുണ്ട് ഈ പ്രവർത്തനങ്ങൾ. ജീവനെ ബഹുമാനിക്കാതെ പോകുമ്പോൾ, യാതൊരു കരുണയുമില്ലാതെ മറ്റുള്ളവരെ തല്ലിക്കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖവും വേദനയും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിലുണ്ട്. എൻ്റെ ഉള്ളിൽ സമാധാനം കണ്ടെത്താതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സമാധാനം കൊടുക്കാൻ എനിക്കാവില്ല. ദൈവത്തോട് ചേർന്ന് ജീവിക്കാതെ, ചിന്തിക്കാതെ, പ്രവർത്തിക്കാതെ, പ്രാർത്ഥിക്കാതെ ഒരിക്കലും നമുക്ക് ലോകത്തെ നന്മയിലേക്ക് നയിക്കാൻ പറ്റില്ല. അതുകൊണ്ട്
കുറെ കൂടി ആഴമുള്ള ശാന്തമായ ജാഗ്രതയിലേക്ക് ഞാനും നിങ്ങളും വരണം. ഉത്കണ്ഠ എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ മാറ്റിയെടുക്കണം. പ്രാർത്ഥനയിൽ സ്ഥിരപ്പെടണം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് പ്രാർത്ഥിക്കണം. യാത്ര പോകുന്നതിന് മുൻപ് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകും. അതില്ലാതെ പോകുന്നതാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. അതില്ലാതെ പോകുമ്പോഴാണ് ചില ദുഃഖങ്ങൾ വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോൾ അതിൽ നിന്നും കരകയറാൻ എനിക്ക് കഴിയാതെ പോകുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ദൈവത്തോട് ആലോചന ചോദിച്ചുമൊക്കെ അങ്ങ് തുടങ്ങാം. പിന്നെ ഒരു ഭയമോ നിരാശയോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരികയില്ല. പ്രിയപ്പെട്ടവരെ, വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം അവനോട് ചേർത്ത് വെച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത ഗാനം ആലപിക്കുമ്പോൾ ഉത്കണ്ഠകളും ഭാരങ്ങളും വേദനകളും നിരാശയും ദുഃഖവും ഒക്കെ കുരിശിൽ കിടക്കുന്നവനിലേക്ക് ചേർത്ത് വെക്കേണ്ട സമയമാണ്. എന്നിട്ട് ലോകത്തിന് മുഴുവൻ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് സമാധാനവും രക്ഷയും പ്രാർത്ഥിക്കേണ്ട സമയം. ആ നല്ല നിമിഷത്തെ നമുക്ക് സ്വീകരിക്കാം. വിശുദ്ധ ജീവിതം നയിക്കാം. ലോകത്തിൻ്റെ സമാധാനം അത് ക്രിസ്തു നൽകി. ആ സമാധാനം ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കാം വിശുദ്ധ കുർബാനയിലൂടെ. എന്നിട്ട് ലോകത്തിനും കുടുംബത്തിനും കൂടപ്പിറപ്പുകൾക്കും നമുക്ക് നൽകാം. പ്രാർത്ഥിക്കാം. എൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ നീ എനിക്കെന്നും കൂട്ടിനില്ലേ. എൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ നീ എനിക്കെന്നും കൂട്ടിനില്ലേ. എന്നിലാനന്ദമേറിടുമ്പോൾ ഞാനോ നിന്നെ മറന്നിടുന്നു. നീ എൻ സ്വന്തമല്ലേ, പരിപാലകനും നീ എൻ രക്ഷയല്ലേ, കരുണാസാഗരമേ. അളവില്ല സ്നേഹത്താൽ എന്നെ കരുതിടും നീ എൻ്റെ നല്ല ദൈവം. അളവില്ല സ്നേഹത്താൽ എന്നെ കരുതിടും നീ എൻ്റെ നല്ല ദൈവം. കഷ്ടതയേറുമ്പോൾ ഇഷ്ടം വെടിഞ്ഞു നിൻ ചാരേ അണയും ഞാൻ നാഥ. കഷ്ടതയേറുമ്പോൾ ഇഷ്ടം വെടിഞ്ഞു നിൻ ചാരേ അണയും ഞാൻ നാഥ. ദുഃഖം പെരുകുമ്പോൾ മാത്രമാ
എൻ്റെ നല്ല ദൈവം. എൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ നീ എനിക്കെന്നും കൂട്ടിനില്ലേ. എന്നിലാനന്ദമേറിടുമ്പോൾ ഞാനോ നിന്നെ മറന്നിടുന്നു. നീ എൻ സ്വന്തമല്ലേ, പരിപാലകനും നീ എൻ രക്ഷയല്ലേ, കരുണാസാഗരമേ. അളവില്ല സ്നേഹത്താൽ എന്നെ കരുതിടും നീ എൻ്റെ നല്ല ദൈവം. അളവില്ല സ്നേഹത്താൽ എന്നെ കരുതിടും നീ എൻ്റെ നല്ല ദൈവം. മനമുരുകിടുമ്പോൾ മനതാരിലെത്തും നീ, മതമേതുമില്ലാത്ത ദൈവമല്ലേ. മനമുരുകിടുമ്പോൾ മനതാരിലെത്തും നീ, മതമേതുമില്ലാത്ത ദൈവമല്ലേ. മനം നൊന്തു കരയുമ്പോൾ വാരിപ്പുണർന്നെൻ്റെ മിഴിതീർത്തുടയ്ക്കുന്ന ദൈവം. മനം നൊന്തു കരയുമ്പോൾ വാരിപ്പുണർന്നെൻ്റെ മിഴിനീർ തുടയ്ക്കുന്ന ദൈവം. നീ എൻ്റെ നല്ല ദൈവം. എൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ നീ എനിക്കെന്നും കൂട്ടിനില്ലേ. എന്നിലാനന്ദമേറിടുമ്പോൾ ഞാനോ നിന്നെ മറന്നിടുന്നു. നീ എൻ സ്വന്തമല്ലേ, പരിപാലകനും നീ എൻ രക്ഷയല്ലേ, കരുണാസാഗരമേ. അളവില്ല സ്നേഹത്താൽ എന്നെ കരുതിടും നീ എൻ്റെ നല്ല ദൈവം. അളവില്ല സ്നേഹത്താൽ എന്നെ കരുതിടും നീ എൻ്റെ നല്ല ദൈവം. എൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ നീ എനിക്കെന്നും കൂട്ടിനില്ലേ. പരസ്പരമുള്ള സ്നേഹവും കരുതലുമാണ് യഥാർത്ഥ ആത്മീയതയുടെ താക്കോൽ. എന്തുമാത്രം വലിയ സ്നേഹവും കരുതലുമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ സ്നേഹവും കരുതലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങി കരുതലിൻ്റെ ചെറിയ പ്രകടനങ്ങൾ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ സമ്പാദിക്കുമ്പോൾ ഈ ജീവിതം കുറെ കൂടി മനോഹരമാകും. ഇലകളിലും മഞ്ഞുതുള്ളിയിലും മറ്റുള്ളവരിലും ദൈവത്തിൻ്റെ മുഖം കാണാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ ആത്മീയതയിലേക്ക് വളരാനും ഉണരാനും കഴിയും. അതിന് നല്ല ഒരു ധ്യാനം രൂപപ്പെടുത്തണം.
കരുതലിൻ്റെ കരങ്ങൾ ദൈവം എൻ്റെ മേൽ നീട്ടുമ്പോൾ അത് കണ്ട് മനസ്സിലാക്കാൻ ആഴമുള്ള നിശബ്ദതയും ധ്യാനവും ഞാൻ രൂപപ്പെടുത്തണം. അവിടെയാണ് എൻ്റെ സങ്കടങ്ങൾ മാറുക, അവിടെയാണ് എൻ്റെ രോഗങ്ങൾ മാറുക. ഉള്ളുണർത്തുന്ന ശക്തിയായി ദൈവം എന്നും നമുക്ക് അനുഭവവേദ്യമാകട്ടെ. ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ മിഴിപൂട്ടി ശാന്തമായിരിക്കാൻ, ധ്യാനിക്കാൻ, ദൈവത്തോട് ചേർന്നിരിക്കാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ കൂടുതൽ ശക്തമായ ഒരു ആത്മീയ ജീവിതം നമുക്ക് നയിക്കാം. അതുവഴി ഈ ലോകത്തെ സ്വർഗരാജ്യമാക്കി മാറ്റാം. അക്രമങ്ങളില്ലാത്ത, ഉപദ്രവങ്ങളില്ലാത്ത, പരസ്പരം സ്വാർത്ഥതയോടെ ആരെയും ഉപയോഗിക്കാത്ത ഒരു ജീവിതം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന്, വിസ്മൃതിയിൽ തുടരും ലോകമിന്ന്. മഹിമ കാട്ടി യേശുനാഥൻ.